സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യു ആർ ഗിവൺ 4 ലൈൻ ഓഫ് വേർഡ്സ്. ഈച്ച് ലൈൻ കണ്ടെയ്ൻസ് ദി സെയിം വേർഡ്സ് ഡിസ്പ്ലേ ഇൻ ദി ഡിഫറെൻറ്റ് ഓർഡർ. ഏത് ലൈനിലുള്ളതാണ് കൃത്യമായിട്ടെല്ലാം വന്നിട്ടുള്ളത്, അതാണ് നമ്മളിതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കമ്പയർ ചെയ്ത് ഈ ഒരു കാര്യം കണ്ടുപിടിക്കാം. ഇതിൽ ഇലക്ട്രിസിറ്റി, ഇവിടെ രണ്ടാമത്തെ ഇലക്ട്രിസിറ്റീൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. അപ്പോൾ രണ്ടാമത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ എഡ്യൂക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. എഡ്യൂക്കേഷന് CC ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു C ഓപ്ഷനും തെറ്റാണ്. ഇനി നമ്മുടെ AO അല്ലെങ്കിൽ നമുക്ക് വരുന്നത് DO ആയിരിക്കും ഉത്തരമായിട്ട് വരാനുള്ള സാധ്യത. സോ ഇവിടെ വീണ്ടും എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇവിടെ എഡ്യൂക്കേഷൻ റോങ് ആയിട്ടാണുള്ളത്. എഡ്യൂക്കേഷൻ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ് A എന്ന് പറയുന്നതിൽ. സോ അപ്പോൾ ശരി ഉത്തരമായിട്ട് വരുന്നത് D ആണ് എല്ലാം ശരിയായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ടൈപ്പിലുള്ള ചോദ്യം നമ്മൾ മുൻപുള്ള വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. അടുത്ത നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേ ടൈപ്പിൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഇവിടുന്ന് തെറ്റായിട്ടുള്ള നമുക്ക് കമ്പയർ ചെയ്തിട്ട് തന്നെ ഇവിടെയും അതുപോലെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ A എന്ന് പറയുന്ന ഓപ്ഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്. A എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് വരത്തില്ല. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് E എന്ന് പറയുന്ന വേർഡ് കൊടുത്തിട്ടുള്ള തെറ്റായിട്ടാണ്. അതുപോലെ കിഡ്നാപ്പറിൽ നോക്കുകയാണെങ്കിൽ കിഡ്നാപ്പറിൽ നമുക്ക് C എന്ന് പറയുന്ന ഓപ്ഷൻ വരത്തില്ല, അതും തെറ്റാണ്. ഇനി നമുക്ക് Bയും അതുപോലെ തന്നെ Dയും ആണുള്ളത്. അപ്പോൾ അതിൽ കീ ചെയിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരുപോലെ റൈറ്റ് ആണ്. പിന്നെ നമുക്ക് തെറ്റായിട്ട് കാണാൻ സാധിക്കുന്നത് കീ സ്ട്രോക്ക് അതുപോലെ തന്നെ കീ സ്ട്രൈക്ക് ഇവിടെ തെറ്റാണ്. ഇവിടെ D ഓപ്ഷൻ തെറ്റായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കീ സ്ട്രോക്കിന് ഇവിടെ OKE ആണ് വേണ്ടത്. ഇവിടെ AKE ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്കിങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഇതിലേക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. B ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാവുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ CD-ROM ഈസ് എ CD-ROM എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. CD-ROM സെമി കണ്ടക്ടർ മെമ്മറി ആണോ, അല്ലെങ്കിൽ മെമ്മറി രജിസ്റ്റർ ആണോ, അല്ലെങ്കിൽ മാഗ്നറ്റിക് മെമ്മറി ആണോ, നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഐ തിങ്ക് ഈ ഒരു സംഭവം CD-ROM എന്ന് പറയുന്നത് പണ്ട് 90s അതുപോലെ തന്നെ 20s സ്റ്റാർട്ടിങ്ങിൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു എക്യുപ്മെൻറ്റ്സ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. CD-ROM സ്റ്റാൻഡ്സ് ഫോർ കോമ്പാക്റ്റ് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. ഇറ്റ് ഈസ് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഡിസ്ക് ദാറ്റ് സ്റ്റോർ ഡാറ്റ ദാറ്റ് ക്യാൻ ബി റീഡ് ബൈ കമ്പ്യൂട്ടർ ബട്ട് നോട്ട് റിട്ടേൺ ടു. ഇത് നമ്മുടെ പുതിയ ടൈപ്പിലുള്ള DVD അതൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു ഉപകരണമാണ്. സോ ആ ഒരു സംഭവം പണ്ട് യൂസ് ചെയ്തതാണ്. അതിനെപ്പറ്റി എനിക്കും കൃത്യമായിട്ടുള്ള ധാരണയില്ല. ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ച സമയത്ത് നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിലൊന്നുമല്ല ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതൊരു ഡിസ്ക് റീഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ പഴയ CD പോലത്തെ സംഭവമൊക്കെ റീഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. CD-ROM ഈസ് അതിനെ റീഡ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നൺ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ മുൻപ് ചെയ്ത വീഡിയോ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.